സ്വർഗസ്വനായ പിതാവായ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇതാ സത്യവചനം ഇസ്രായേലിൽ നിന്നും പുറപ്പെട്ടു വരും. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേടുമേ. നിൻപേരിൻ ജീവ പുസ്തകത്തിൽ ഉന്മയായിട്ടിന്നെഴുതിയിടുമേ. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശുവ വിളിച്ചിടുന്നു, നിന്നെ യേശുവ വിളിച്ചിടുന്നു. ഇതാ യേശുവ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, ആർക്കും അടച്ചുകൂടാത്ത ഒരു വാതിൽ. നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിൽ ഒടുവിൽ ദൈവമാണ് അടച്ചത്. അതുപോലെ തന്നെ ഈ കാലത്തും ഇതാ സംഭവിക്കുന്നു. ഈ വാതിൽ ദൈവം തന്നെ അടയ്ക്കും. സത്യവചനം കേൾക്കൂ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കൂ. ഇന്ന് ദൈവത്തിൻ്റെ ഒരുക്ക ദിവസമാണ്. ഇന്ന് സന്ധ്യ മുതൽ നാളെ ശനിയാഴ്ച സന്ധ്യ വരെയും ദൈവത്തിൻ്റെ ദിവസം, ശബാത്ത്, സ്വസ്ഥത, അതിലേക്ക് പ്രവേശിക്കുക. ആരും ഒരു ജോലിയും ചെയ്യാതെ ദൈവത്തിൻ്റെ ദിവസത്തെ മാനിക്കുക, ബഹുമാനിക്കുക. അതിൻ്റെ പ്രവൃത്തികൾ എന്താണെന്ന് ബൈബിൾ വായിച്ച് മനസ്സിലാക്കുക, അതിലേക്ക് കയറുക. ന്യായപ്രമാണം മാറിപ്പോയി എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ന്യായപ്രമാണം മാറിപ്പോകുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറിപ്പോകുന്നതും ആകാശം ഭൂമിയും മാറിപ്പോകുന്നതാണ് എളുപ്പം എന്ന് ദൈവത്തിൻ്റെ വചനം. സത്യവചനം കേൾക്കൂ, വിശ്വസിക്കൂ, മാനസാന്തരപ്പെടൂ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായ ഇരുവാത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്ന കർത്താവിൻ്റെ വചനം. ഭാവങ്ങൾ, ഒരു മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ എന്ത് ഭാവം ഉണ്ടാകുന്നോ അല്ലെ എന്ത് ചിന്തിക്കുന്നോ അത് ദൈവത്തിനറിയാൻ പറ്റും. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, ആ ആത്മാവാൻ ദൈവം ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഇതാ ദൈവത്തിൻ്റെ പുത്രൻ. സത്യവചനം കേൾക്കൂ, കൽപ്പനകൾ അനുസരിക്കൂ. കൂണുപോലെ മുളച്ചു വരുന്ന സഭകൾ ഈ ലോകത്ത് അനേകമുണ്ടല്ലോ. എന്തൊക്കെയോ അന്യഭാഷകളുമൊക്കെ പറഞ്ഞ് മനുഷ്യനെ മനസ്സിലാകാത്ത രീതിയിൽ ദൈവമക്കളാന്ന് പറഞ്ഞ് അവരെ ഇരുട്ടിൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. പിശാചിൻ്റെ രാജ്യം ഇതാ തന്ത്രപൂർവം ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിൻ്റെ രാജ്യവും ഒരുങ്ങണമല്ലോ. അതിന് ദൈവമക്കൾ കൽപ്പനകൾ അനുസരിക്കുക, ദൈവത്തിൻ്റെ ശബ്ദത്തിലേക്ക് കയറുക. ദൈവത്തിൻ്റെ ശബ്ദത്തെന്ന ഈ അടയാളം ദൈവമക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രൈസ് ദി ലോർഡ്.